Welcome to English grammar class. This one is the second part of phrasal verbs, and we have to practice it. Try to learn by heart with care. ശ്രദ്ധയോടുകൂടി അർത്ഥം അറിഞ്ഞുകൊണ്ട് ഹൃദിസ്ഥമാക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ എവർ. എക്കാലത്തും ഉപയോഗിക്കേണ്ടതാണ് ഫ്രേസൽ വേർബ്സ്. വീണ്ടും പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ഫ്രേസൽ വേർബ്സ് ഒരേ അർത്ഥം തരുന്നതുണ്ടാകും. എന്നാൽ അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ്. അത് പ്രയോഗിച്ച് തന്നെ മനസ്സിലായി വരേണ്ടതാണ്. അവിടെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നിലവാരം നിലനിർത്താൻ കഴിയുക. യെസ്, നോക്കാം. ഗോ ഫോർ, അറ്റാക്ക്, ആക്രമിക്കുക. പക്ഷെ ഇന്നലെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് ഫോമാണ് ഉണ്ടാവുക. വെൻ ഫോർ എന്നാണ് ഉണ്ടാവുക, അറ്റാക്ക്ഡ്. അല്ലാതെ നമ്മൾ പഠിച്ചു വച്ചത് കാണുന്നില്ലല്ലോ എന്ന് ആ വാക്ക് നോക്കിയിട്ട് വിലയിരുത്തരുത്. അത് ഗോ ഫോറാണ് ഫ്രേസൽ വെബ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അത് ഈ രീതിയിൽ കണ്ടോ, വെന്റ് ഫോർ, അറ്റാക്ക്ഡ്, ആക്രമിച്ചു. ഈ രീതിയിൽ ചെറിയ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഗോ ഫോർ അറ്റാക്ക്, ഗോ ത്രൂ. ഏതെങ്കിലും ഒരു പരാതി, ഉന്നത അധികാരികൾക്ക് കിട്ടിയൊരു പരാതി, പോലീസ് സ്റ്റേഷനിൽ കിട്ടിയൊരു പരാതി, അല്ലെങ്കിൽ ആൻസർ ഷീറ്റ്, അതിലൂടെ കണ്ണോടിച്ചു പോവുക എന്നതിനർത്ഥം ഗോ ത്രൂ. എക്സാമിൻ കെയർഫുള്ളി, ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അത് പരിശോധിക്കുക. അതാണ് ഗോ ത്രൂ, എക്സാമിൻ കെയർഫുള്ളി. സോ ഗോ ഫോർ അറ്റാക്ക്, ഗോ ത്രൂ, എക്സാമിൻ കെയർഫുള്ളി. ഇനി ഗെറ്റിൽ വരുന്ന കുറച്ച് പദങ്ങളാണ്. ഗെറ്റ് അബൌട്ട്, വണ്ടർ, അലഞ്ഞു തിരിയുക. ഗെറ്റ് അബൌട്ട്, വണ്ടർ. ഗെറ്റ് അലോങ്, മുന്നോട്ട് പോവുക. മേക്ക് പ്രോഗ്രസ്, മുന്നേറുക. മേക്ക് പ്രോഗ്രസ്, മുന്നേറുക. വളരെ സിമ്പിളാണ് അതൊക്കെ. ഗെറ്റ് അവേ, ഒരു സ്ഥലത്ത് നിന്നും, ഇപ്പം ലാത്തി ചാർജുള്ള ഒരു ഇടം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഹി ഗോട്ട് അവേ ഫ്രം ദർ, ദാറ്റ് മീൻസ് ഹി മാനേജ്ഡ് ഇറ്റ് ടു എസ്കേപ്പ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. രക്ഷപ്പെടുക, ദാറ്റ് ഈസ്, അത് ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കണം. ഇങ്ങനെയാണ് അർത്ഥം വരുന്നതെന്ന്. Get away, manage it to escape, or got away, manage it to escape. Get back. നമ്മൾ ഒരാൾക്ക് കൊടുത്തത് തിരിച്ച് കിട്ടുക, അല്ലെങ്കിൽ തിരിച്ച് തരിക. തിരിച്ച് എടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് കൊടുക്കുക. തിരിച്ചെടുക്കുക, തിരിച്ചു കൊടുക്കുക. ഗെറ്റ് ബാക്ക്, റിട്ടേൺ. ഗെറ്റ് ഇൻ, ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറയുന്നു ഗെറ്റ് ഇൻ, കടന്നോളൂ എന്ന്. ഗെറ്റ് ഇൻ, എൻ്റർ, പ്രവേശിക്കുക. അതേമാതിരി മറ്റൊന്നാണ് ഗെറ്റ് ഇൻ ടു. ഹി ഗോട്ട് ഇൻ ടു ദ ഹാൾ. അദ്ദേഹം ഹാളിലേക്ക് കടന്നു. ഇപ്പം മിനിസ്റ്റർ വന്നു, മുറ്റത്തു നിന്നും അത് ഉദ്ഘാടനത്തിനായി ഹാളിലേക്ക് കടന്നു. ഹി ഗോട്ട് ഇൻ ടു ദി ഹാൾ, ദാറ്റ് ഈസ് ഗെറ്റ് ഇൻ ടു. എൻ്റർ ഇൻസൈഡ്, അകത്തേക്ക് കടക്കുക. ആൻഡ് ഗെറ്റ് ഓഫ്, ശ്രദ്ധിക്കുക, എ ലൈറ്റ്. ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾ പ്രത്യേക സ്റ്റേഷനിൽ എത്തുമ്പോൾ ഹി ഗോട്ട് എ ലൈറ്റ്, അതാണ് ഹി ഗോട്ട് ഓഫ്. ഗെറ്റ് ഓഫ്, അതാണ് ഗോട്ട് ഓഫ്. ദാറ്റ് മീൻസ് എലൈറ്റഡ്. എലൈറ്റ് എന്ന വാക്കിനർത്ഥം ലൈറ്റിലേക്ക് വരിക എന്നാണ്. അതായത് അടച്ച് ഇട്ട അകത്ത് നിന്ന്, മുറിയിൽ നിന്ന്, വണ്ടിക്കകത്ത് നിന്ന് പുറത്ത് കിടക്കുക എന്ന ഭാഷ എഴുതി വെച്ച് നോക്കാം. കം ഔട്ട്, പുറത്തിറങ്ങുക. അപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് ഫ്രം ദ ട്രെയിൻ, He got off means he alighted, he came out.
അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് അദ്ദേഹം പുറത്തിറങ്ങി. ഹി ഗോട്ട് ഓഫ്, ദാറ്റ് ഈസ് അലൈറ്റഡ്, ദാറ്റ് ഈസ് കെയിം ഔട്ട്, പുറത്തിറങ്ങി. ഇവിടെ പുറത്തിറങ്ങുക. ഗെറ്റ് ഓൺ, ഗെറ്റ് ഓൺ, ഗോട്ട് ഓൺ, ക്ലൈംബ്, കയറിപ്പറ്റുക. അതാണ് ഗെറ്റ് ഓൺ. ദാറ്റ് മീൻസ് പാസ്റ്റാണ്, അധികം ഉണ്ടാവും. ഗോട്ട് ഓൺ, കയറിപ്പറ്റുക. ഒരിക്കൽ കൂടി, ഗോ ഫോർ അറ്റാക്ക്, പാസ്റ്റാണ് അധികം ചോദിച്ചത് പരീക്ഷയ്ക്ക്. വെൻ ഫോർ അറ്റാക്ക്ഡ് എന്ന്. ഗോ ത്രൂ, എക്സാമിൻ കെയർഫുള്ളി, സൂക്ഷ്മമായി പരിശോധിക്കുക. ഗെറ്റ് അബൌട്ട്, വണ്ടർ, അലഞ്ഞു തിരിയുക. ഗെറ്റ് അലോങ്, മേക്ക് പ്രോഗ്രസ്, മുന്നേറുക. ഗെറ്റ് അവേ, മാനേജ് ടു എസ്കേപ്പ്, രക്ഷപ്പെടുക. ഗെറ്റ് ബാക്ക്, റിട്ടേൺ, തിരിച്ചെടുക്കുക, തിരിച്ചു കൊടുക്കുക. ഗെറ്റ് ഇൻ, എൻ്റർ, പ്രവേശിക്കുക. ആൻഡ് ഗെറ്റ് ഇൻ ടു, എൻ്റർ ഇൻസൈഡ്, അകത്തേക്ക് കടക്കുക. ഗെറ്റ് ഓഫ്, പുറത്തിറങ്ങുക. എലൈറ്റ്, കം ഔട്ട്. ആൻഡ് ഗെറ്റ് ഓൺ, ക്ലൈംബ്. ഇതിൻ്റെ ഒപ്പം തന്നെ 2 ഫ്രേസ് കൂടുക. മാഷ് അയച്ചിട്ടെഴുതുന്നു. ഇതേ വാക്ക് തന്നെയാണ് ഗെറ്റിൽ വരുന്ന 2 വാക്കുകൾ കൂടെ. ദാറ്റ് ആർ, അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ് ഗെറ്റ് ഓവർ, ഗെറ്റ് ഓവർ, ദാറ്റ് ഈസ് റിക്കവർ ഫ്രം ഇൽനെസ്, രോഗവിമുക്തനാവുക, രോഗവിമുക്തനാവുക, വിമുക്തനാവുക, അല്ലെങ്കിൽ വിമുക്തയാകുക. അപ്പം രോഗവിമുക്തിക്കാണ് ഗെറ്റ് ഓവർ എന്ന് പറയുക. ദാറ്റ് ഈസ് റിക്കവർ ഫ്രം ഇൽനെസ്. ഷീ റിക്കവേർഡ്, ദാറ്റ് ഈസ് ഷീ ഗോട്ട് ഓവർ. അതിനെ അതിജീവിച്ചു, മറികടന്നു. അതിൽ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഗെറ്റപ്പ്, അതറിയുന്നതാണ്, വളരെ ഗെറ്റപ്പ് എല്ലാവർക്കും സുപരിചിതമാണ്. റൈസ് ഓർ വേക്കപ്പ്, ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. ഉണരുക അല്ലെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന ഗെറ്റ്. ഇതൊക്കെ ഗെറ്റാണ്, കണ്ടോ. ഗെറ്റ് അബൌട്ട്, വണ്ടർ, അലഞ്ഞു തിരിയുക. ഗെറ്റ് അലോങ്, മേക്ക് പ്രോഗ്രസ്, മുന്നേറുക. ഗെറ്റ് അവേ, മാനേജ് ടു എസ്കേപ്പ്, രക്ഷപ്പെടുക, രക്ഷ പ്രാപിക്കുക. ഗെറ്റ് ബാക്ക്, റിട്ടേൺ, തിരിച്ചെടുക്കുക, തിരിച്ചു കൊടുക്കുക. ഗെറ്റ് ഇൻ, എൻ്റർ, പ്രവേശിക്കുക. ഗെറ്റ് ഇൻ ടു, അകത്തേക്ക്, ഹാളിലേക്ക് പ്രവേശിക്കുക. ഗെറ്റ് ഓഫ്, അലൈറ്റ്, കം ഔട്ട്, പുറത്ത് കിടക്കുക. ആൻഡ് ഗെറ്റ് ഓൺ, ക്ലൈം, കയറുക. ഗെറ്റ് ഓവർ, റിക്കവർ ഫ്രം ഇൽനെസ്, രോഗവിമുക്തനാവുക, വിമുക്തയാവുക. ഗെറ്റപ്പ്, റൈസ്, വേക്കപ്പ്, ഉണരുക, എഴുന്നേൽക്കുക. ഗിവ് അവേ, ഡിസ്ട്രിബ്യൂട്ട്, സപ്ലൈ, വിതരണം ചെയ്യുക. ഗിവ് അവേ, ഡിസ്ട്രിബ്യൂട്ട്. പ്ലീസ് ഗിവ് അവേ ദീസ് സ്വീറ്റ്സ് among the students. സപ്ലൈ ഓർ ഡിസ്ട്രിബ്യൂട്ട്. ഗിവ് ഇൻ, സറണ്ടർ. പട്ടാളക്കാരൻ മറ്റൊരു നാട്ടിലെ പട്ടാളക്കാരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരിക, സറണ്ടർ ചെയ്യേണ്ടി വരിക, അതാണ് കീഴടങ്ങുക. ഓർ ഈൽഡ്, വഴങ്ങുക. മറ്റൊരാളുടെ നിർദ്ദേശത്തിന് ഇഷ്ടമില്ലാതെ വഴങ്ങേണ്ടി വരിക, ദാറ്റ് ഈസ് ഈൽഡ്. അതാണ് ഗിവിൻ, സറണ്ടർ ഓർ ഈൽഡ്. കീഴടങ്ങുക, വഴങ്ങുക. ഗിവ് ഔട്ട്, ബിക്കം ടയേർഡ്, ക്ഷീണിച്ചു പോവുക. ഗിവ് ഔട്ട്, ബിക്കം ടയേർഡ്, ക്ഷീണിതനാവുക, ക്ഷീണിച്ചു പോവുക. ഗിവ് അപ്പ്, അബാൻഡൻ ഓർ സ്റ്റോപ്പ്. ഏതെങ്കിലും വ്യക്തിയെ, വസ്തുവിനെ ഉപേക്ഷിക്കുക. ഇപ്പം പട്ടിയെ റോഡിൽ ഉപേക്ഷിക്കുക. സ്റ്റോപ്പ്, നിർത്തലാക്കുക. ഗിവ് അപ്പ്, ദുസ്വഭാവം നിർത്തലാക്കുക. ബാഡ് ഹാബിറ്റ് നിർത്തലാക്കുക. സ്റ്റോപ്പ്, അതാണ് ഗിവ് അപ്പ്, അബാൻഡൻ ഓർ സ്റ്റോപ്പ്. ഉപേക്ഷിക്കുക, നിർത്തലാക്കുക. ദെൻ ഗോ ഓൺ, കണ്ടിന്യൂ, തുടരുക. ഗോ ഓൺ, ഒരു പ്രവൃത്തി തുടരുക. ഗോ ഓൺ.
അതിൻ്റെ പാസ്റ്റ് മാഷ് എഴുതി വെച്ചിട്ടുണ്ട് വെൻ്റ് ഓൺ. ഇതാണ് പരീക്ഷയ്ക്ക് അധികം ചോദിച്ചത്. വെൻ്റ് ഓൺ മീൻസ് കണ്ടിന്യൂഡ്, തുടർന്നു. ദേ വെൻ്റ് ഓൺ ദേ വർക്ക്, അവരവരുടെ ജോലി തുടർന്നു. അത് തന്നെ നമുക്ക് കാണാം ഈ റിയാലിറ്റി ഷോയിലും മറ്റും. കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നത്. കീപ്പപ്പ് ഇപ്പോഴും ചെയ്യുന്നത് പോലെ നല്ല രീതിയിൽ തുടരുക, നന്നായി തുടരുക ആണ് കീപ്പപ്പ്, നന്നായി തുടരുക. ആൻഡ് ലേ ഡൗൺ, സാക്രിഫൈസ്, ത്യജിക്കുക, ത്യാഗം സഹിക്കുക. വൺസ് അഗെയിൻ, ഗിവ് അവേ, ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക, ഓർ സപ്ലൈ, അർത്ഥം വിതരണം ചെയ്യുക. ഗിവിൻ, സറണ്ടർ, കീഴടങ്ങുക. പട്ടാളക്കാരൻ മറ്റൊരു രാജ്യത്തിന് മുന്നിൽ, ഒരു ഫോഴ്സിന് മുന്നിൽ കീഴടങ്ങുക. ഓർ ഈൽഡ്, ഒരു വ്യക്തി തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്കായിട്ട് വഴങ്ങുക. ഗിവ് ഔട്ട്, ബിക്കം ടയേർഡ്, ക്ഷീണിക്കുക. ഗിവ് അപ്പ്, അബാൻഡൻ, സ്റ്റോപ്പ്, ഏതെങ്കിലും വസ്തു ഉപേക്ഷിക്കുക, ഏതെങ്കിലും ദുസ്വഭാവം നിർത്തുക. സ്റ്റോപ്പ്. ഗോ ഓൺ, കണ്ടിന്യൂ, തുടരുക. വെൻ്റ് ഓൺ, കണ്ടിന്യൂഡ്. കീപ്പപ്പ്, ഗോ ഓൺ, അതാണ് ഗോ ഓൺ തന്നെ, കണ്ടിന്യൂ, നല്ല രീതിയിൽ തുടരുക. ലേ ഡൗൺ, സാക്രിഫൈസ്, ത്യജിക്കുക, ത്യാഗം സഹിക്കുക. യെസ്, മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മേക്ക് ഔട്ട്. ഐ കാണ്ട് മേക്ക് ഔട്ട് വാട്ട് ഹി സേസ്. പരീക്ഷ ചോദിച്ചതാണ്. ഐ കാണ്ട് മേക്ക് ഔട്ട് വാട്ട് ഷീ സേസ്. അവൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മേക്കപ്പ്, നോട്ട് മേക്ക് ഗുഡ്, നല്ല രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരിക, നല്ലതാക്കി മാറ്റുക. മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ്, പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, നഷ്ടം നികത്തുക. മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ്, നൗണ് കോമ്പൻസേഷൻ എന്നാണ്, നഷ്ടം നികത്തൽ. മേക്കപ്പ് ദ മൈൻഡ്, ഡിസൈഡ്, മേക്കപ്പ് ദ മൈൻഡ്, ഡിസൈഡ്, ടേക്ക് എ ഡിസിഷൻ, തീരുമാനമെടുക്കുക. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ, സംരക്ഷിക്കുക. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ, സംരക്ഷിക്കുക. ലുക്ക് ഇൻ ടു, എക്സാമിൻ ഓർ ഗോ ത്രൂ. ലുക്ക് ഇൻ ടു, എക്സാമിൻ ഓർ ഗോ ത്രൂ, നേരത്തെ പഠിച്ചത്. പരിശോധിക്കുക, മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ലുക്ക് ഫോർ, എക്സ്പെക്റ്റ് ഓർ ഹോപ്പ്, പ്രതീക്ഷിക്കുക, ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുക. അതാണ് ലുക്ക് ഫോർ. എക്സ്പെക്റ്റ് ഓർ ഹോപ്പ്, പ്രതീക്ഷിക്കുക. ലാസ്റ്റ് വൺ, ലുക്ക് ഔട്ട്. അപ്പം പ്രതികൾക്കും മറ്റുമായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ്, അതാണ് ലുക്ക് ഔട്ട്. സെർച്ച് ഫോർ, സെർച്ച് ഫോർ, ഏതെങ്കിലും വ്യക്തിയെ, പ്രതിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ശ്രമിക്കുക. ലുക്ക് ഫോർ. ഒന്നുകൂടി, മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. മേക്കപ്പ്, അതായത് മേക്ക് ഗുഡ്, നല്ലതാക്കി മാറ്റുക. മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ്, നഷ്ടം നികത്തുക. മേക്കപ്പ് ദ മൈൻഡ്, ഡിസൈഡ്, ടേക്ക് ദ ഡിസിഷൻ, തീരുമാനമെടുക്കുക. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ, സംരക്ഷിക്കുക. ലുക്ക് ഇൻ ടു, എക്സാമിൻ ഓർ ഗോ ത്രൂ, പരിശോധിക്കുക, മനസ്സിലാക്കുക. ലുക്ക് ഫോർ, എക്സ്പെക്റ്റ് ഫോർ ഗുഡ്, എക്സ്പെക്റ്റ് ഓർ ഹോപ്പ്, പ്രതീക്ഷിക്കുക. ആൻഡ് ലുക്ക് ഔട്ട്, സെർച്ച് ഫോർ, അന്വേഷണം നടത്തുക. യെസ്, പിക്ക് ഔട്ട്, ചൂസ്, സെലക്ട്, തിരഞ്ഞെടുക്കുക. പിക്ക് ഔട്ട്, ദ കറക്റ്റ് വേർഡ്, ശരിയായി തിരഞ്ഞെടുക്കുക. പുൾ ത്രൂ, ഗെറ്റ് ത്രൂ, പഠിച്ചതാണ്. പാസ്, കടന്നുകൊടുക്കുക, ഒരു മാർജിൻ, ഒരു പ്രത്യേക മാർക്ക്. പാസ്, അർത്ഥം വിജയിക്കുക. പുൾ ത്രൂ, ദാറ്റ് ഈസ് ഗെറ്റ് ത്രൂ, ദാറ്റ് ഈസ് പാസ്, കടന്നുകൊടുക, വിജയിക്കുക. പുട്ട് ഡൗൺ, മൂന്നെണ്ണമുണ്ട്. നോട്ട്, റൈറ്റ്, കുറിച്ചെടുക്കുക. അല്ലെങ്കിൽ പുട്ട് ഡൗൺ, നോട്ട് ടു യൂസ്, താഴത്ത് വയ്ക്കുക, ആയുധവും മറ്റും ഉപയോഗിക്കാതെ താഴത്ത് വയ്ക്കുക. പുട്ട് ഡൗൺ, സപ്രസ്, ഒപ്രസ്, അടിച്ചമർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക. പുട്ട് ഡൗൺ, നോട്ട്, റൈറ്റ്, കുറിച്ചെടുക്കുക. പുട്ട് ഡൗൺ, നോട്ട് ടു യൂസ്, ആയുധം താഴത്ത് വയ്ക്കുക. പുട്ട് ഡൗൺ, സപ്രസ് അല്ലെങ്കിൽ ഒപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഓഫ്, പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്നത്. പോസ്റ്റ്പോൺ, POST, എക്സ്റ്റെൻഡ്, ദിവസം മാറ്റി വയ്ക്കുക. They postponed, they put off the date, postponed the date. Put up, that is erect, establish, സ്ഥാപിക്കുക അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുക. അതേപോലെ തന്നെ ഫയലും മറ്റും മുന്നിൽ വയ്ക്കുക. ഇതിനും പുട്ടപ്പ് വയ്ക്കും. അപ്പം പുട്ടപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ സ്റ്റാച്ചു സ്ഥാപിച്ചെടുക്കുന്നതിന് പറയും. പുട്ട് ഓഫ് പഠിച്ചു. പോസ്റ്റ്പോൺ ആൻഡ് പുട്ട് അപ്പ്.
erect. And put on, common, wear, വസ്ത്രം ധരിക്കുക. And put forward, propose, offer, ഒരാശയം, ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. Once again, pick out, choose, select, തിരഞ്ഞെടുക്കുക, pull through, get through, pass, കടന്നുകൂടുക, ശരാശരി, വിജയിക്കുക, put down, note, അതായത് കുറിച്ചെടുക്കുക, നോട്ട് എഴുതിയെടുക്കുക, കുറിച്ചെടുക്കുക, പുട്ട് ഡൗൺ, ആയുധം താഴത്ത് വയ്ക്കുക, നോട്ട് യൂസ് ഉപയോഗിക്കാതെ ആയുധം വെച്ച് കീഴടങ്ങുക, പുട്ട് ഡൗൺ, സപ്രസ്, അടിച്ചമർത്തുക, ഒപ്രസ്, അടിച്ചമർത്തുക, പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ ഓർ എക്സ്റ്റെൻഡ്, ദിവസം മാറ്റിവെക്കുക, പുട്ട് അപ്പ്, എറക്റ്റ്, സ്ഥാപിതമാവുക, എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ മുൻപിൽ വയ്ക്കുക, പുട്ട് ഓൺ, വെയർ, വസ്ത്രം ധരിക്കുക, ആൻഡ് പുട്ട് ഫോർവേഡ്, പ്രപ്പോസ്, ഓഫർ. ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ടെണ്ണം കൂടിയുണ്ട് പുട്ട്, അതുകൂടി പഠിച്ചേക്കുക. ദാറ്റ് ആർ ഫോണടാ ഫോണോനെ പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക, നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബെയർ വിത്ത്, സഹിക്കുക, പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുക, പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഫ്രേസൽ വെർബ്. പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുക. പുട്ട് അസൈഡ്, കീപ് ഫോർ ഫ്യൂച്ചർ, കരുതി വയ്ക്കുക, അതാണ് പുട്ട് അസൈഡ്, കീപ് ഫോർ ഫ്യൂച്ചർ പർപ്പസ് ഓർ ഫ്യൂച്ചർ യൂസ്, കരുതി വയ്ക്കുക. സെറ്റ് അബൌട്ട് ആൻഡ് സെറ്റ് ഔട്ട്, സ്റ്റാർട്ട്, ജേണി, സ്റ്റാർട്ട് എ പ്രൊജക്റ്റ്, സ്റ്റാർട്ട് എ പ്രോഗ്രാം, ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുക, തുടക്കം കുറിക്കുക. സെറ്റ് അപ്പാർട്ട്, റിസേർവ്, സംഭരിച്ച് വയ്ക്കുക, സെറ്റ് അപ്പാർട്ട്, റിസേർവ്, സംഭരിച്ച് വയ്ക്കുക. സെറ്റ് അസൈഡ്, റിജക്റ്റ്, തിരസ്കരിക്കുക, റിജക്റ്റ് ചെയ്യുക, തിരസ്കരിക്കുക. സെറ്റ് ഇൻ, ബിഗിൻ, തുടക്കം കുറിക്കുക, ഏതെങ്കിലും ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക. ആൻഡ് സെറ്റപ്പ്, എസ്റ്റാബ്ലിഷ്, സ്ഥാപിച്ചെടുക്കുക. വൺസ് അഗെയിൻ, പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക, മറ്റൊന്ന് പഠിച്ചിട്ടുണ്ട്, ബെയർ വിത്ത്. പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുന്നതാണ്. പുട്ട് അസൈഡ്, കീപ് ഫോർ ഫ്യൂച്ചർ, കരുതി വയ്ക്കലാണ്. സെറ്റ് അബൌട്ട്, സ്റ്റാർട്ട് എ ജേണി ആവാം. സെറ്റ് ഔട്ട്, സ്റ്റാർട്ട് എ പ്രോഗ്രാം ആവാം, യാത്ര ആരംഭിക്കലാവാം, പദ്ധതി, പരിപാടി, തുടക്കമാകാം. സെറ്റ് അപ്പാർട്ട്, റിസേർവ്, സംഭരിക്കുക. സെറ്റ് അസൈഡ്, റിജക്റ്റ്, തിരസ്കരിക്കുക. സെറ്റ് ഇൻ, റീഡ്, ബിഗിൻ, തുടക്കം കുറിക്കുക. ആൻഡ് സെറ്റപ്പ്, എസ്റ്റാബ്ലിഷ്, സ്ഥാപിച്ചെടുക്കുക. ദ ലാസ്റ്റ് പാർട്ട്, ടേക്ക് ആഫ്റ്റർ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റിസംബിൾ, ദ ചൈൽഡ് ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ ഓർ മദർ, കുട്ടി അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ പ്രതിച്ഛായ തോന്നിപ്പിക്കും, ദാറ്റ് ഈസ് ടേക്ക് ആഫ്റ്റർ. ആൻഡ് ടേക്ക് ഡൗൺ, നേരത്തെ പഠിച്ചതാണ്, നോട്ട് ഓർ റൈറ്റ് ഡൗൺ, അതാണ് പുട്ട് ഡൗൺ, കുറിച്ചെടുക്കുക. അത് തന്നെയാണ് ഇവിടെ നോട്ട് അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ, കുറിച്ചെടുക്കുക. ആൻഡ് ടേക്ക് ഫോർ, കൺസിഡർ ഓർ കൺസേൺ, പരിഗണിക്കുക, പരിഗണിക്കാൻ എടുക്കുക. ടേക്ക് ഓഫ്, റീപ്ലേസ്, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ലീവിങ് ഓഫ് ദ പ്ലെയിൻ, വിമാനം പറന്നുയരുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ടേക്ക് ഓഫ്. ദ പ്ലെയിൻ ടുക്ക് ഓഫ്, എത്രയോ തവണ ചോദിച്ചാണ്. ദ പ്ലെയിൻ ടുക്ക് ഓഫ്, വിമാനം പറന്നുയർന്നു. ആൻഡ് ടേക്ക് അപ്പ്, ഒക്യുപ്പൈ, ഇടം പിടിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ, ഗ്രൂപ്പിൽ, ടീമിൽ ഇടം പിടിക്കുക. ടേക്ക് അപ്പ്, ഒക്യുപ്പൈ, ടുക്ക് അപ്പ്, ഒക്യുപ്പൈഡ്. ഗുഡ് ബൈ, സേ ഫാർവെൽ, വിട പറയുക. ഗോ ബൈ, പാസ്, കടന്നു പോവുക, അരികിലൂടെ കടന്നു പോവുക. ലുക്ക് ഡൗൺ അപ്പോൺ, ഒരു റയറായ എന്നാൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പുച്ഛത്തോടെ, നിന്നയോടെ മറ്റുള്ളവരെ കാണുക, അതാണ് ലുക്ക് ഡൗൺ അപ്പോൺ. കണ്ടം, CONDEMN, പുച്ഛിക്കുക, നിന്ദിക്കുക. വൺസ് അഗെയിൻ, ടേക്ക് ആഫ്റ്റർ, റിസംബിൾ, പ്രതിച്ഛായ തോന്നിപ്പിക്കുക. ടേക്ക് ഡൗൺ, നോട്ട് ഓർ റൈറ്റ് ഡൗൺ, കുറിച്ചെടുക്കുക. ടേക്ക് ഫോർ, കൺസിഡർ ഓർ കൺസേൺ, പരിഗണിക്കുക. ടേക്ക് ആഫ്റ്റർ, റീപ്ലേസ്, അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, ലീവിങ് ഓഫ് ദ പ്ലെയിൻ, വിമാനം പറന്നുയരുക.
ടേക്കപ്പ്, ഓക്യുപ്പൈ ഇടം പിടിക്കുക, ഗുഡ് ബൈ സേ ഫാർവെൽ വിട പറയുക, ഗോ ബൈ പാസ് കടന്നു പോവുക, ആൻഡ് ലുക്ക് ഡൗൺ അപ്പോൺ പുച്ഛത്തോടെ നിന്ദയോടെ മറ്റുള്ളവരെ കാണുക. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ഫ്രേഷ്യൽ വെർബ്സ്. ഏതെങ്കിലുമൊക്കെ വിട്ടുപോയതുണ്ടാവും, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഇനിയും റെഫർ ചെയ്യാനുണ്ട്. ആ റെഫർ ചെയ്യുന്ന സമയത്ത് അത്തരം വിട്ടുപോയവ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് തോന്നുന്നവ അതുകൂടി ഉൾപ്പെടുത്തി നമുക്ക് ഫൈനൽ എക്സാമിനേഷന് റെഫർ ചെയ്യാം. യെസ്, ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ് ക്ലാസ് ഹിയർ.